സന്നിധിയിൽ എന്നായിരിക്കാൻ നമുക്ക് ഇടയായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഓർക്കുവാനും സ്തുതിപ്പാനും നമുക്ക് ഇടയായി. അല്പസമയം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മിക ജീവിതത്തിന് സഹായകരമായ നിലയിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ സന്ദേശത്തിൽ യോനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ദൈവവുമായുള്ള അടുപ്പത്തിൽ നിന്ന് അകന്നുപോയി. ജോന ഫ്ലെഡ് ഫ്രോം ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് നാം പറയുകയുണ്ടായി. ദൈവത്തോടുള്ള അടുപ്പത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നമുക്കുള്ള നന്മകൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. What are the blessings we receive by living close to God? പല വിശ്വാസികളെ സംബന്ധിച്ചും മിനിമം റിക്വയർമെന്റ് മീറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്താ മിനിമം റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ഞായറാഴ്ച യോഗത്തിന് വരണം, അപ്പം മുറിക്കണം, കൂട്ടായ്മയിലാണ് എന്ന് പറയണം, പിന്നെ മടങ്ങിപ്പോകണം. ഇത്രയുള്ളൂ പലരുടെ ക്രിസ്തീയ ജീവിതം. കുറച്ചാൾ മുൻപ് ഈ UK നിന്ന് തന്നെ അവധിക്ക് ഒരു സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ, ഈ സ്ഥലത്തു നിന്നല്ല വേറെ ഒരു സ്ഥലത്തു നിന്ന്, ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൻ ആയിരിക്കുന്ന സ്ഥലത്ത് അധികം വിശ്വാസികളില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ കൂടുന്നുണ്ട്, എന്നാൽ ഇന്ന് യോഗമില്ല എന്ന് അറിയിച്ചാൽ അത്രയും സന്തോഷമായിരിക്കും സഹോദരന്മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, ആ സഭയിലെ മൂപ്പൻ തന്നെ ആ സഭയിലെ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് അസൗകര്യമാണ് നമുക്ക് കൂടാനെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായിരിക്കും വിശ്വാസികൾക്കെന്ന്. അപ്പൊ എനിക്ക് തോന്നിയ ഇവർ ഈ യോഗത്തിന് വരുന്ന എന്തിനാണ്? മിനിമം റിക്വയർമെന്റ് കീപ്പ് ചെയ്യണം. കൂട്ടായ്മയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം, ഞായറാഴ്ച യോഗത്തിന് വന്നിരിക്കണം, അത്രയേ ഉള്ളൂ. ദൈവത്തോട് ഏറ്റവും അടുത്ത ഒരു ജീവിതം, എ ലൈഫ് lived in intimate fellowship with God, walking with God every day. അങ്ങനെ ഒരു ആഗ്രഹവും അനുഭവവും പല വിശ്വാസികൾക്കും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ആരെയും വിധിക്കുകയല്ല, പൊതുവിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. വീടി വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ആർക്കും അവരെ മാറ്റി നിർത്താനോ ഒന്നുമുള്ള വകുപ്പൊന്നുമില്ല. യോഗത്തിന് വരുന്നവർ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ ക്രിസ്തീയ ജീവിതം. എന്നാൽ അവർക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും. If you do not walk in intimate fellowship with God, you are going to be a terrible loser in life. You will lose many blessings God has in store for you. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനേക നന്മകൾ നമുക്ക് നഷ്ടപ്പെടും. സ്വർഗത്തിൽ പോകും, അതിന് സംശയമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ സ്വർഗത്തിൽ പോകും. എന്നാൽ അവിടെ ലഭിക്കേണ്ട വളരെ ബഹുമാനം, പ്രതിഫലങ്ങൾ, അതും ഈ ലോകത്തിൽ നാം അനുഭവിക്കേണ്ട അനേക സന്തോഷവും നന്മയും നമ്മൾ നഷ്ടപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരും ജീവിക്കരുത്. സഭയുണ്ട്, അതുകൊണ്ട് യോഗത്തിന് വരാതെ പറ്റത്തില്ല. ആരെങ്കിലും ആള് കൂട്ടായ്മയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നൊക്കെ പറയണം, അത് പോരാ. നാം യോഗത്തിന് വരുന്നതും മറ്റു വിശ്വാസികളുമായി ബന്ധപ്പെടുന്നതും നമ്മുടെ ആത്മജീവിതത്തിന്റെ അതിപ്രധാനമായൊരു ഭാഗമായി നാം വിചാരിക്കണം. ദൈവത്തോടും അവന്റെ ജനത്തോടും ഏറ്റവും അടുത്തുള്ള ഒരു ജീവിതം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനായിട്ടായിരിക്കണം നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിച്ചാൽ
എന്തെല്ലാം അനുഗ്രഹങ്ങൾ, നന്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്, വിഷമോ, രോഗമൊന്നും വരികയെന്നല്ല എൻ്റെ അർത്ഥം. അതൊക്കെ വരും, എല്ലാ മനുഷ്യർക്കും വരും. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ജയാളികളായി ജീവിക്കാൻ സാധിക്കും. If you live in intimate fellowship with God, you may have troubles and difficulties and sicknesses, but you will overcome all of them and live as conquerors. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ അനുഗ്രഹം, അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിത് വളരെ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. കേവലം ഒരു പ്രസംഗം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, അതായത് ഞാൻ ഉള്ളിൽ തട്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. കാരണം ഇത് വളരെ റിയലായിട്ട്, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ അങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ, ദൈവത്തോട് ഏറ്റവും ചേർന്ന് ജീവിച്ചാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറയാനായിട്ട് യോസേഫിൻ്റെ ജീവിതമാണ് ഒരു മാതൃകയായിട്ട് ഞാൻ എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിലേക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം. യോസേഫിന്റെ ചരിത്രം സൺഡേ സ്കൂൾ നാളുകൾ മുതൽ നമുക്ക് പരിചയമുള്ളതാണ്. 17 വയസ്സുള്ള യോസേഫിനെയാണ് നമ്മൾ 37 പരിചയപ്പെടുന്നത്. Joseph is introduced as a 17-year-old, as a teenager. 37 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. യോസേഫിന് 17 വയസ്സായിരുന്നു. അവരുടെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നീട് യോസേഫിന്റെ ചരിത്രം പറയുക. യോസേഫിന് എന്താ സംഭവിച്ചത്, സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്, അവരുടെ വീട്ടിലെ കാര്യം എങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് യോസേഫിനോട് സഹോദരന്മാര് അസൂയപ്പെട്ടു, അവനെ കൊല്ലാൻ തുടങ്ങി. പിന്നെ കൊന്നില്ല, അവനെ മിസ്രൈമിൽ ഒരു അടിമയായിട്ട് വിറ്റുകളഞ്ഞു. അങ്ങനെ യോസേഫ് 37 ഒടുവിലത്തെ വാക്യത്തിൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി, അകമ്പടി നായകനായി പോത്തിഫറിന് വിറ്റു. അത് കഴിഞ്ഞ് 39 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അങ്ങനെ പോത്തിഫറിന്റെ വീട്ടിൽ അവനെ വിലയ്ക്ക് വാങ്ങി. യോസേഫിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും നേരം യോസേഫിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാം. അവനോട് സഹോദരന്മാർ എന്താ ചെയ്തത്, അവനെ വിറ്റു, പോത്തിഫർ അവനെ മേടിച്ചു, പോത്തിഫറിന്റെ വീട്ടിൽ അവന് അടിമയായി. ചാപ്റ്റർ 39 വേഴ്സ് 1. എന്നാൽ അത് കഴിഞ്ഞ് യോസേഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഹിസ് ന്യൂ സർക്കംസ്റ്റാൻസ്, ഇൻ ദിസ് ന്യൂ കൺട്രി, പുതിയ രാജ്യത്താണ്, ഇപ്പോൾ മിസ്രൈമിലാണ്. തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? 39 വേഴ്സ് 2. The Lord was with Joseph. യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ഈ 39 അധ്യായത്തിൽ 4 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇത്രയും പ്രാവശ്യം പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന്. But that statement is repeated 4 times in chapter 39. നിങ്ങൾ നോക്കി, അതിന്റെ 3-ാം വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ ഇതുണ്ട്, പിന്നെ 3-ാം വാക്യത്തിൽ ഇതുണ്ട്, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ഇനി 21-ാമത്തെ വാക്യത്തിലുണ്ട്, വേഴ്സ് 21, യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു. അതിനുശേഷം 23-ാം വാക്യത്തിലുണ്ട്, യഹോവ അവനോടുകൂടെ ഇരുന്നു. അപ്പോൾ chapter 9 verse 2, verse 3, verse 21, verse 23. All these 4 verses say the same thing. What is that? The Lord was with Joseph. പുതിയ നിയമത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയേ. Acts chapter 7 and verse 10. ഈ പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ്
ഇസ്രയേലിന്റെ ചരിത്രം ചുരുക്കമായിട്ട് പറയുക. സ്തെഫാനോസ് ഇസ്രയേലിന്റെ ചരിത്രം ചുരുക്കമായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞു വരുന്ന വഴിക്ക് യോസേഫിന്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അടുത്ത വാക്യം നോക്കിയേ, 10-ാം വാക്യം. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. അത് സ്തെഫാനോസും എടുത്തു പറയുകയാണ്, ദൈവം യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു. ആ വാചകത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ ദൈവം യോസേഫിനോടുകൂടി ഇരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സെയിങ് ദാറ്റ് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്? ദൈവം തൻ്റെ എല്ലാ മക്കളുടെ കൂടെയും ഇല്ലേ? ദൈവത്തെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ ദൈവം ഉണ്ടല്ലോ. പിന്നെ ദൈവം യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് എന്തിനാ റിപ്പീറ്റഡ് ആയിട്ട് 5 പ്രാവശ്യം, 4 പ്രാവശ്യം ഇവിടെ, 1 പ്രാവശ്യം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ, 5 പ്രാവശ്യം അതേ സ്റ്റേറ്റ്മെന്റ് പിന്നെയും പറയുന്നത് എന്തിനാ? എന്താ അതിന്റെ അർത്ഥം? യോസേഫിനോടുകൂടെ മാത്രമേ ദൈവം ഉള്ളൂ? ദൈവത്തെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന എല്ലാവരുടെയും കൂടെ ദൈവമില്ലേ ഒരു ജനറൽ സെൻസിൽ? ഈ ഒരാളുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അവന്റെ കൂടെ ഇരുന്നു എന്ന് പ്രത്യേകം പറയുന്നത് എന്താ? അതിന്റെ അർത്ഥം എല്ലാവരുടെയും കൂടെ ദൈവത്തെ മാനിക്കുന്ന എല്ലാവരുടെയും കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ ഒരാളെ കുറിച്ച് ദൈവം അവനോടുകൂടെ ഇരുന്നു, ദ ലോർഡ് വാസ് വിത്ത് ഹിം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന്റെ അർത്ഥം, that person lived a life where he sensed God's presence all the time. എല്ലാവരുടെയും കൂടെ ദൈവം ഉള്ളതുപോലെ യോസേഫിന്റെയും കൂടെ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. യഹോവ യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ he sensed God's presence all the time. എപ്പോഴും ദൈവ സാന്നിധ്യ ബോധത്തിൽ അവൻ ജീവിച്ചിരുന്നു. He lived in the experiential knowledge of God. ദൈവത്തെ അനുഭവവശത്ത് രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പലരുടെ കൂടെ ദൈവമുണ്ട്, യോസേഫിന്റെ കൂടെ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യ ബോധത്തിൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ദൈവത്തെ അനുഭവവശത്ത് അറിഞ്ഞുകൊണ്ട് അവൻ ജീവിച്ചു. He was in constant connection and communion with God. അതാണ് മറ്റുള്ളവരിൽ നിന്ന് യോസേഫിനെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. So Joseph was sharing God's thoughts, God's feelings, God's plans. He was experiencing God. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാണ് അവൻ ജീവിച്ചത്. He enjoyed God's companionship all the time. ദൈവത്തിന്റെ കമ്പാനിയൻഷിപ്പ്, ദൈവത്തിന്റെ കൂട്ട്, ദൈവത്തിന്റെ സഖിത്വം അവൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഖിത്വം അനുഭവിച്ച്, അതായത് ദൈവത്തോട് ചേർന്ന് നടന്ന്, ആവർത്തന പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് കാണിച്ചല്ലോ, യഹോവയോട് ചേർന്നിരിക്കണം. Thou shalt cleave unto thy God. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവീക സ്വഭാവത്തിന്റെ ക്വാളിറ്റീസ് എവിഡന്റ് ആയിരിക്കും. God's presence will produce inner qualities of God in their life. When you live close to God, you will begin to think like God, respond like God, and behave like God. ദൈവത്തോട് കൂടെ ഒരാൾ ജീവിച്ചാൽ ദൈവത്തെ പോലെയാണ് ചിന്തിക്കാൻ തുടങ്ങും. മുഴുവനും ദൈവത്തെ പോലെ ആകുമെന്നുള്ള അർത്ഥത്തിലല്ല, ദൈവീക സ്വഭാവം അവനിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. So he will show the inner qualities of holiness, peace, contentment and courage. He will show divine character. ദൈവത്തോട് അടുത്ത് ജീവിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവം അവന്റെ ജീവിതത്തിൽ കാണും. God cannot be with someone without making a difference in his life. ദൈവം ഒരുവനോടുകൂടി ഇരിക്കുകയും അതിന്റെ ട്രാൻസ്ഫർമേഷൻ,
അവൻ്റെ ജീവിതത്തിൽ കാണാതിരിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. God cannot be with someone without making a difference in that person's life. Divine presence has a transforming effect. ദൈവിക സാന്നിധ്യത്തിന് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തോടു കൂടെ നടക്കുന്നവർ ദൈവ സ്വഭാവമുള്ളവരായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച് ദൈവത്തിൻ്റെ കമ്പാനിയൻഷിപ്പിൽ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ സ്നേഹം ഇത് തങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവ സ്വഭാവം ഇല്ലാതിരിക്കുകയും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ട്രാൻസ്ഫോമിങ് പവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മിനിമം റിക്വയർമെന്റ് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ ഇതൊന്നും ഉണ്ടാകില്ല. സ്വർഗത്തിൽ പോകും, ശരിയാ, നരകത്തിൽ പോകത്തില്ല. അങ്ങനെ ഒരു ഗുണം. അതല്ലാതെ കാര്യമായ ഒരു സ്വഭാവ ഗുണവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നമ്മൾ ചിലരെയൊക്കെ നോക്കി ഇയാൾ വിശ്വാസിയാണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഞാൻ നെഗറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങൾ അധികം പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. സഭയിലും കൂട്ടായ്മയിലും എല്ലാം ഉള്ളവരാ, പക്ഷെ പെരുമാറ്റവും സംസാരവും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ അവിശ്വാസികളെ പോലെ ഇടപെടും, അവിശ്വാസികളെ പോലെ മിണ്ടും, അതുപോലെ പെരുമാറും. എന്താ കാര്യം എന്നറിയാമോ? രക്ഷിക്കപ്പെട്ടതായിരിക്കും ചിലപ്പം, പക്ഷേ ദൈവത്തോട് അനുദിനം ചേർന്ന് നടക്കുന്നില്ല. അതുകൊണ്ട് ദൈവിക ഗുണങ്ങൾ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെയും എൻ്റെയും ജീവിതം ദൈവിക ഗുണങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാകണമെങ്കിൽ കേവലം രക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രമായില്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ ദൈവിക സ്വഭാവമുണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അത് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ, അത് ഫലമണിയണമെങ്കിൽ അനുദിനം ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കണം. Divine presence will always have a transforming effect in your life. ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സൗരഭ്യം അവരുടെ ജീവിതത്തിൽ കാണും. ഒരിടത്തൊരു സഭയിൽ ഒരു സഹോദരൻ യോഗത്തിന് വരുമ്പോൾ ഭയങ്കര മണം, ഭയങ്കര നല്ല മണമാണ്. പക്ഷെ മണം കുറച്ച് കൂടുതലാണ്. അത്തർ, നമ്മൾ ഇംഗ്ലീഷിലെന്തോ അതിന് പറയുന്നത്, ഇങ്ങനെ മേത്തടിക്കുന്നതിന് പെർഫ്യൂം അല്ലേ? ഓക്കെ. ഇയാള് ഏതാണ്ട് ഭയങ്കര പെർഫ്യൂം അടിച്ചിട്ടാണ് വരുന്നത്. നല്ല മണമാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് സെന്റാണ് ഈ സഹോദരൻ വരുമ്പം. അപ്പൊ താൻ വന്നു എന്ന് എല്ലാവർക്കും അറിയാം, തിരിഞ്ഞു നോക്കണ്ട, ആ മണം കിട്ടും. അതുപോലെ സ്ട്രോങ് സെന്റാണ് അദ്ദേഹം വരുമ്പം. അപ്പൊ സഭയിലെ ആളുകൾ തീരുമാനിച്ചു, ഈ പുള്ളിയോടൊന്ന് പറയണം, കുറഞ്ഞ പക്ഷെ യോഗത്തിന് വരുമ്പോഴെങ്കിലും ഇത്രയും ഇത് അടിച്ചുകൊണ്ട് വരല്ലെന്ന്. കാരണം അതൊരു ഡിസ്റ്റർബൻസാണ്. യോഗത്തിന് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു ഇയാൾ വന്നു. അപ്പോൾ യോഗത്തിന് വരുമ്പോഴെങ്കിലും കുറഞ്ഞ പക്ഷേ ഇത് അധികം അടിക്കാതെ വന്ന് നല്ലതാണെന്ന് പറയണമെന്ന് ആളുകൾ തീരുമാനിച്ചു. ആ സഹോദരനെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, കുറഞ്ഞ പക്ഷേ യോഗത്തിന് വരുമ്പോഴേലും ഇത്രയും വലിയ അത്തർ അടിച്ചുകൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ വരുമ്പോൾ ഭയങ്കര മണമാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഇത് അടിച്ചുകൊണ്ട് വരുന്നതല്ല, ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാത്രി മുഴുവൻ ഇതിൻ്റെ അകത്ത് നിൽക്കുക, എന്നിട്ട് രാവിലെ ഞാൻ യോഗത്തിന് വരുന്നത്. ഇതെനിക്ക് തൂത്ത് കളയാനോ മാച്ച് കളയാനോ ഒന്നും ഒക്കുകയല്ല. ഞാൻ ഇതിൻ്റെ അകത്ത് നടുക്കാൻ നിൽക്കുന്നത്, എനിക്ക് നിവൃത്തിയില്ല. ദൈവത്തോട് ചേർന്ന് നീ നടന്നാൽ നീ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ മണം കാണും. People will sense God's presence in your life if you spend time with God. ആട്ടെ, യോസേഫിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോസേഫ് അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു. യോസേഫിന്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് തെളിയും. ഞാനതിൽ ചില തെളിവുകളൊന്ന് കാണിക്കട്ടെ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ 2-ാം വാക്യം നോക്കി, 39:2. യഹോവ യോസേഫിനോട് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിലൊക്കെ ഹി വാസ് പ്രോസ്പറസ് എന്നാണ്. മലയാളം തർജ്ജമയിൽ ഹി വാസ് കണ്ടന്റ്, ഹി വാസ് സാറ്റിസ്ഫൈഡ് എന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. യോസേഫ് വിൽക്കപ്പെട്ട് അടിമയായി
പോത്തിഫറിന്റെ വീട്ടിൽ ജോലി ചെയ്യാം. ആദ്യം യോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചല്ലോ, യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ പറയുന്നത് അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. നിങ്ങളൊന്ന് പറഞ്ഞേ, യോസേപ്പ് കൃതാർത്ഥനായിരിക്കാൻ, അതായത് തൃപ്തി സംതൃപ്തി ഉള്ളവനായിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഈസ് ദർ വൺ റീസൺ why Joseph can be a man full of satisfaction or contentment? യോസഫിന്റെ സ്ഥിതി നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. മറ്റൊരു രാജ്യത്ത് ഒരപ്പന്റെ പൊന്നാര മോനാണ്. അപ്പൻ വളരെ സ്നേഹിക്കുന്ന ഒരു മകനാണ്. അവനെ സിബ്ലിങ്സ് എല്ലാം, സ്വന്തം സഹോദരന്മാരെല്ലാം വെറുത്ത് കൊല്ലാൻ തുടങ്ങി. കഷ്ടിച്ച് പാവം രക്ഷപ്പെട്ടു. അവനെ വിറ്റു അടിമയായി. ഒരു വീട്ടിൽ അപ്പന്റെ സ്വതന്ത്ര മകനായി ജീവിച്ചിരുന്ന അവൻ ഇപ്പോൾ അടിമ ബാലനായി വിൽക്കപ്പെട്ട് ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ അടിമയായി നിൽക്കുക. അവിടെ താടിക്ക് കൈയും കൊടുത്ത് ലോകത്തിൽ ഒരു മനുഷ്യനും ഈ ഗതി വരല്ലേ, എൻ്റെ കാര്യം എന്തോ ഒരു കഷ്ടമാണ് എന്നോർത്തല്ലേ യോസഫ് ജീവിക്കേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? അവൻ കൃതാർത്ഥനായ. If the Lord is with you, if you sense God's presence at every area of your life, you will always be content and satisfied in the midst of the worst possible adversities in life. Even if you are in the worst circumstance possible, there also you will be content, you will be satisfied. നമുക്ക് എല്ലാം ഉണ്ട്. തൃപ്തരാണോ? ആണോ? യോസേപ്പ് പോയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാനൊന്നും നോക്കുകയല്ല അല്ലേ? നമ്മൾ അടിമകളല്ല, നമ്മുടെ വേലക്കാരല്ല, നമ്മളെ ആരും വിറ്റില്ല, ആരും കൊല്ലാൻ നോക്കിയില്ല. അപ്പൻ്റെ ഒക്കെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോഴും. യോസേപ്പോ അപ്പൻ്റെ വീട്ടിൽ നിന്ന് മാറി അടിമയായി വിറ്റ് വേലക്കാരനായി അന്യദേശത്ത്, ഭാഷ അറിഞ്ഞുകൂടാത്ത, സംസ്കാരം വ്യത്യസ്തമായ ഒരു രാജ്യത്ത് ഒരു വീട്ടിൽ അടിമപ്പണി ചെയ്യുകയാണ്. അവിടെ കൃതാർത്ഥനാകാൻ എന്തെങ്കിലും ഉണ്ടോ? Is there any reason why he should be content? He should be satisfied. He should be happy. He should be prosperous. Absolutely nothing. Everything is against him. എല്ലാം അവനെതിരാണ്. ട്രാജഡി. പക്ഷെ അവിടെ വചനം പറയുന്നത് യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണം, because the Lord was with Joseph, he was satisfied, he was content. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യ ബോധത്തിൽ ഒരുത്തൻ ജീവിച്ചാൽ വേഴ്സ്റ്റ് സർക്കംസ്റ്റൻസിലും അവൻ കൃതാർത്ഥനായിരിക്കും. ദൈവസാന്നിധ്യ ബോധം ഒരുത്തൻ ഇല്ലെങ്കിൽ, ദൈവത്തോട് ചേർന്നല്ല ജീവിക്കുന്നതെങ്കിൽ, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും അവൻ തൃപ്തനായിരിക്കില്ല. നമുക്ക് എന്തുകൊണ്ടാ ജീവിതത്തിൽ തൃപ്തിയില്ലാത്തതെന്നറിയാമോ? ഒത്തിരി ഉണ്ടെങ്കിലും തൃപ്തിയില്ല. ഇപ്പോഴും പിന്നെയും പരാതിയാ, അതില്ല ഇതില്ല, അതിനെക്കുറിച്ചാ പിന്നെയും ചിന്ത. എന്താ കാര്യം എന്നറിയാമോ? ദൈവ സാന്നിധ്യ ബോധത്തിലല്ല ജീവിക്കുന്നത്, ദൈവത്തോട് ചേർന്നല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രയാസം മതി, അത് കംപ്ലൈന്റ് ആണ്. ചെറിയൊരു ബുദ്ധിമുട്ട് മതി, പെറുപെറുക്കും. യോസേഫിന് ഒരു പെറുപെറുപ്പുമില്ല, ഒരു പരാതിയില്ല. യോസേഫിന് പെറുപെറുക്കാനാണ് എന്തെല്ലാം ഉണ്ടല്ലേ, രാവും പകലും പെറുപെറുക്കാനുണ്ട്. പരാതി പറയാനാണെങ്കിൽ ആർക്കൊക്കെ എതിരെ പരാതി പറയണം. He was content because God was with him. Let me make my point. My dear brothers and sisters, if the Lord is with you, if you are living in God's company, if you are experiencing God's presence in your day-to-day life, you will be content in all situations of life. You will have only joy and thanksgiving. ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ കൂടിയപ്പോൾ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് കാരാഗ്രഹത്തിലാണ്. പക്ഷെ ദൈവസാന്നിധ്യ ബോധം ഉണ്ടായിരുന്നുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയാണ്,
എല്ലാവരും സന്തോഷിക്കണം. റിജോയ്സ് ഇൻ ദി ലോർഡ് ഓൾവേസ്. പിന്നെ താൻ പറഞ്ഞു, എല്ലാ സാഹചര്യങ്ങളും തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ യോസേഫ് മാത്രമല്ല, പുതിയ നിയമത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും പഴയ നിയമത്തിൽ പറഞ്ഞത് തന്നെയാണ് പുതിയ നിയമത്തിലും പറയുന്നത്. കാരണം പ്രമാണം ഒന്ന് തന്നെയാണ്. ദൈവസാന്നിധ്യം പോലും അനുഭവിക്കുന്നവര് യോസേഫ് ആണെങ്കിൽ കൊള്ളാം, പൗലോസ് ആണെങ്കിൽ കൊള്ളാം, അനുഭവം ഒന്ന് തന്നെയാണ്. ആട്ടെ, നമുക്കിനി താഴോട്ട് പോകാം. താഴെ ഒത്തിരി നല്ല കാര്യങ്ങൾ യോസേഫിനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ നമ്മുടെ വിഷയത്തോട് പ്രസക്തമായ കാര്യങ്ങൾ മാത്രം ഇപ്പോൾ പറയുക. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ വേറൊരു കാര്യം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ തനിക്കുള്ളതൊക്കെയും പോത്തിഫർ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഹി വാസ് എൻട്രസ്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ പല ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കും. പല കാര്യങ്ങൾക്ക് നിന്നെ അധിപനാക്കും, അല്ലെങ്കിൽ നിന്നെ പല ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കും. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് 5-ാം വാക്യത്തിൽ, യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. നോക്കണേ, അടിമ ബാലൻ നിമിത്തം സാറിനെ, യജമാനനെ ദൈവം അനുഗ്രഹിച്ചു. ആരുടെ കെയറോഫിൽ? അടിമ ബാലന്റെ കെയറോഫിൽ. അങ്ങനെ സംഭവിക്കുമോ? നമുക്ക് വലിയൊരാളുടെ കമ്പനി നമുക്കുണ്ടെങ്കിൽ അയാളുടെ നിമിത്തം നമുക്ക് ഗുണം വരും, അല്ലേ? വലിയൊരു കാശുകാരൻ, ഒരു മന്ത്രി, വലിയൊരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ നിമിത്തം നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടും, നമുക്ക് പ്രൊമോഷൻ കിട്ടും, നമുക്ക് ഗുണം കിട്ടും. അല്ലാതെ അടിമ നിമിത്തം യജമാനിന് വല്ല ഗുണവും വരുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടിമ നിമിത്തം യജമാനിന് ഗുണം വരുന്നത്? ഇവിടെ അടിമ നിമിത്തം യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. You will become a source of blessing to others if the Lord is with you. നീ മിടുക്കനാകണ്ട, നീ മഹാനാകണ്ട, നീ അടിമയായിട്ട് തന്നെ ഇരുന്നു. പക്ഷേ യഹോവ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹപാത്രമാണോ? നമ്മുടെ നിമിത്തം മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ? നമ്മുടെ നിമിത്തം ബാക്കിയുള്ളവർക്ക് നന്മ കിട്ടുന്നുണ്ടോ? നമ്മുടെ നിമിത്തം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നുണ്ടോ? ഇവിടെ വീട്ടിലെ അടിമ ബാലൻ നിമിത്തം, യോസേഫ് നിമിത്തം മിസ്രയീമിന്റെ വീട്ടിനെ ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ ഒരു കാര്യം ചെറുപ്പക്കാരോട് പറയട്ടെ. വൺ വേർഡ് ടു ദി യങ് പീപ്പിൾ. സാധാരണ പ്രസംഗമൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മുടെ വിചാരം ഇതൊക്കെ വളരെ മെച്ചുറായി പ്രായമുള്ള ആളുകളിലൊക്കെ കാര്യമാണ്. യോസേഫ് പ്രായമുള്ള ആളല്ല. കഥ തുടങ്ങുമ്പോൾ ടീനേജറാ. ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് യോസേഫ് മിസ്രയീമിലെ പ്രൈം മിനിസ്റ്റർ ആകും. അപ്പൊ വയസ്സ് എത്രയാണെന്നറിയാമോ? 75 അല്ല, 30. Joseph was only 30 when he became the prime minister of Egypt. അപ്പൊ ഇപ്പോഴോ? അതിന്റെ അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞ് ഏകദേശം 17 വയസ്സ് കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞാണ് പിന്നെ പ്രധാനമന്ത്രി ആകുന്നത്, മിസ്രയീമിൽ വലിയ ആളാകുന്നത്. അതിനിടയ്ക്കുള്ള കാലമായത്. നിങ്ങളിൽ പലരുടെയും പ്രായമാണ്. To become a blessing to others, you don't have to be of age. You don't have to become an old man. വയസ്സാകണമെന്നില്ല. ആത്മീയനാകാൻ വയസ്സാകണമെന്നില്ല. ചെറുപ്പക്കാർക്കും ആത്മീയരാകാം. You can be a source of blessing even when you are a teenager, even when you are young. So these things are applicable and relevant to young people also, not just to older folks. അവൻ നിമിത്തം യജമാനനെ അനുഗ്രഹിച്ചു. താഴെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോസേഫിന് ആ വീട്ടിലൊരു വലിയ പരീക്ഷ നേരിട്ടു. അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽഡായിട്ട് അറിയാമല്ലോ. പോത്തിഫറിന്റെ ഭാര്യ പാപം ചെയ്യാനായിട്ട് യോസേഫിനെ പ്രേരിപ്പിച്ചു. പക്ഷേ യോസേഫ് ആ പരീക്ഷയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു. ഈ പരീക്ഷയെക്കുറിച്ച് തന്നെ പല കാര്യം പറയാറുണ്ട്. എന്താണെന്നറിയാമോ? ഇത് ഒരു ദിവസം ഉണ്ടായ ഒരു പരീക്ഷയല്ല. This was not a one-time temptation. You read the Bible carefully.
വേദപുസ്തകം സൂക്ഷിച്ച് വായിച്ചാൽ 10-ാം വാക്യം പറയുന്നത്, അവൾ ദിനം പ്രതി യോസേപ്പിനോട് പറഞ്ഞിട്ടും ഡേ ആഫ്റ്റർ ഡേ, ഡേ ആഫ്റ്റർ ഡേ ഹി വാസ് ടെംപ്റ്റഡ്, നോട്ട് ജസ്റ്റ് വൺസ്. ഒരിക്കൽ ടെംപ്റ്റഡ് ആയപ്പോൾ നോ പറഞ്ഞെന്നല്ല. ഷീ വാസ് ആഫ്റ്റർ ഹിം, നോട്ട് വൺ ഡേ, സെവറൽ ഡേയ്സ്, ഡേ ആഫ്റ്റർ ഡേ, ഡേ ആഫ്റ്റർ ഡേ ഷീ വാസ് ടെംപ്റ്റിംഗ് ഹിം. That's not a small thing. It is one thing to say no to temptation one day and keep on saying no every day. That's a different thing. ഒരു ദിവസം നോ പറയുന്നതും എല്ലാ ദിവസവും നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ നോ പറയാൻ പറ്റിയേക്കും, എല്ലാ ദിവസവും നോ പറയാൻ അത്ര എളുപ്പമല്ല. പക്ഷെ യോസേഫിനെ കുറിച്ച് പറയുന്നത് ദിനം പ്രതി അവനെ പരീക്ഷിച്ചിട്ടും, പിന്നെ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. അവളുടെ കൂടെ പാപം ചെയ്തില്ലെന്ന് മാത്രമല്ല, പിന്നെ അവളുടെ കൂടെ ഇരുന്നു പോലുമില്ല. Not only that, he did not sin with her, he did not even sit with her. What a man he was. അതെന്താ കാണിക്കുന്നതെന്നറിയാമോ? പല കാര്യങ്ങൾ അത് കാണിക്കുന്നുണ്ട്. ഒന്ന്, he was a man with a clean thought life. യോസേഫിന്റെ ചിന്താ ജീവിതം വിശുദ്ധമായിരുന്നു. എങ്ങനെ അറിയാം? ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഉണ്ടോ? യോസേഫ് നല്ലതായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു വല്ല എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലെങ്കിലും അറിയാം. എങ്ങനെ അറിയാം? ചിന്താ ജീവിതം മോശമായിരുന്നെങ്കിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും പാപം ചെയ്യുമായിരുന്നു. If Joseph was a man who was entertaining sexually immoral thoughts in his secret life, in his mind, when he got an opportunity to sin, he would definitely have sinned. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പാപം ചെയ്തേനെ. യോസേഫ് എന്തേ പാപം ചെയ്തില്ല? അവന്റെ ചിന്താജീവിതം അവൻ വിശുദ്ധമായി സൂക്ഷിക്കുന്നവനായിരുന്നു. ദൈവ സാന്നിധ്യ ബോധം will cleanse your thought life. Sense of God's presence will keep you sanctified. It will cleanse your thought life. നിന്റെ ചിന്താ ജീവിതത്തെ അത് വിശുദ്ധീകരിക്കും. ദൈവ സാന്നിധ്യ ബോധത്തിന്റെ ഒരു ഇഫക്റ്റ് അതാ. അത് നിന്റെ ചിന്താ ജീവിതത്തെ വിശദീകരിക്കും. അവൻ പാപം ചെയ്യാതിരിക്കാൻ ഒരു കാരണം അവൻ ഇത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവനല്ലായിരുന്നു. അവന്റെ ചിന്ത ഇതല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ പാപം ചെയ്യാതിരുന്നത്. മാത്രമല്ല, അവൻ ഇരിക്കുക പോലും ചെയ്തില്ല. That means he would not compromise in any way. ഒരു നിലയിലും കോംപ്രമൈസ് ചെയ്യത്തില്ല. എന്താ അതിന്റെ കാരണം? യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ഇനി യഹോവ യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതെന്നുള്ളതിന് ഈ ഭാഗത്ത് തന്നെ ഒരു തെളിവുണ്ട്. എന്താ തെളിവെന്നറിയാമോ? യോസേഫ് ആ സ്ത്രീയോട് പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. 9-ാം വാക്യത്തിൽ, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? How can I do this wicked thing and sin against my God? Joseph, where is your God? Where is your God? You know, Joseph's mother had died long ago. അമ്മ പണ്ടേ മരിച്ചു പോയതാ. അപ്പൻ വേറൊരു രാജ്യത്തിരിക്കുക, സഹോദരന്മാരും വേറെ രാജ്യത്താണ്. ഈ നാട്ടിൽ യോസേഫിനെ അറിയാവുന്ന ആരുമില്ല. പിന്നെ ആ വീട്ടിലും ആ സമയത്ത് ആരുമില്ല. അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ആ വീട്ടിലും ആരുമില്ല. CCTV ക്യാമറയും ഇല്ല. ഇനി എന്തോ വേണം പാപം ചെയ്യാൻ? അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, പരിചയക്കാരില്ല, ബന്ധുമിത്രാദികളില്ല, സഹക്കാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. CCTV ക്യാമറയും ഇല്ല. വീട്ടിൽ അവളുടെ ഭർത്താവും ഇല്ല, വേറെ ആരുമില്ല. പിന്നെ ആരുണ്ട്? യോസേഫ് എന്താ പറഞ്ഞേ? അയ്യോ, നിന്റെ ഭർത്താവ് പറഞ്ഞ എന്നെ തല്ലിക്കൊല്ലും കേട്ടോ എന്നാണ് പറഞ്ഞത്? അല്ല.
CCTV ക്യാമറയായിട്ട് പിടിച്ചാൽ എൻ്റെ ജോലി പോകും എന്നാണ് പറഞ്ഞത്. അല്ല, ഇവിടെ ആരുണ്ടെന്നാ യോസേഫ് പറഞ്ഞേ? How can I commit this wickedness and sin against my God? That means I am conscious of God's presence in this room, though there is no other person in this room. ഈ മുറിയിൽ വേറെ ആരുമില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? നിന്റെ ഭർത്താവിനോട് എങ്ങനെ ചെയ്യും എന്നല്ല ചോദിച്ചേ, ദൈവത്തോട് എങ്ങനെ ചെയ്യും? അപ്പൊ യോസേഫ് പാപം ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താ? ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നുള്ളതല്ല, ഭർത്താവ് കണ്ടുപിടിക്കും എന്നുള്ളതല്ല, CCTV ക്യാമറ ഉണ്ടെന്നുള്ളതല്ല. പാപം ചെയ്യാതിരിക്കാൻ ഒറ്റ കാരണം, ഐ എം കോൺഷ്യസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കുന്ന ഒരുവൻ, നമ്മൾ പറഞ്ഞു, അവൻ കൃതാർത്ഥനായിരിക്കും, അവന്റെ പ്രവൃത്തികൾ ഫലവത്തായി തീരും, അവൻ പ്രോസ്പെറസ് ആകും, അവന് റെസ്പോൺസിബിലിറ്റീസ് കിട്ടും, അവൻ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. അത് മാത്രമല്ല, അവൻ പാപത്തെ ഒഴിഞ്ഞ് രക്ഷപ്പെടും. പരീക്ഷകളിൽ അവന് ജയം കിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നീ ജീവിച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കും. കോളേജിലായിരിക്കുമ്പോഴും സ്കൂളിലായിരിക്കുമ്പോഴും യൂണിവേഴ്സിറ്റിയിലും നീ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ദൂരെയാണെങ്കിലും ദൈവ സാന്നിധ്യ ബോധമുണ്ടെങ്കിൽ പാപം ചെയ്യാതെ നീ രക്ഷപ്പെടും. ജോസഫ് പാപം ചെയ്യാതിരിക്കാനുള്ള കാരണം, he was conscious of God's presence in that room or wherever he was. കഥയുടെ ബാക്കി നിങ്ങൾക്കറിയാം. അവൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും അവനെ കുറ്റക്കാരനാക്കി. പോത്തിഫറിന്റെ ഭാര്യ സൂത്രത്തിൽ അവനെതിരെ കള്ള സാക്ഷ്യം പറഞ്ഞു, അവനെ പിടിച്ച് ജയിലിലിട്ടു. അവനെ പിടിച്ച് ജയിലിലിട്ടത് ഏത് കുറ്റത്തിനാണ്? ഏറ്റവും വേഴ്സ്റ്റ് കുറ്റത്തിന്, അല്ലെ? അവൻ ചെയ്തിട്ടില്ല, പക്ഷെ ആരോപിക്കപ്പെട്ട കുറ്റം എന്താ? വീട്ടിലെ മിസ്ട്രസ്, യജമാനത്തിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനേക്കാൾ മോശമായ ഒരു കുറ്റം ഉണ്ടോ? 10 രൂപ കട്ടെന്ന് പറയുന്ന പോലാണോ ഇത്? ജോലി കള്ളത്തരം കാണിച്ചെന്ന് പറയുന്ന പോലാണോ ഇത്? നുണ പറഞ്ഞെന്ന് പറയുന്ന പോലാണോ? അല്ല. Worst sin that can be accused of you. One of the worst sins is this. വീട്ടിലെ യജമാനത്തിയോട് മോശമായിട്ട് പെരുമാറി. തെളിവുണ്ടോ? പിന്നെ തെളിവുണ്ട്. അവന്റെ വസ്ത്രമാണ് എൻ്റെ കയ്യിലുണ്ട്. ആ സ്ത്രീയുടെ നല്ല സോളിഡ് തെളിവായിരിക്കുന്നത്. യോസേഫിന്റെ വസ്ത്രം. ഇതിനേക്കാൾ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഈ കഥ ബാക്കിയുള്ളവർ അറിഞ്ഞൊന്നും നമുക്കറിയാൻ പാടില്ല. ജയിലിലുള്ള ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ അറിഞ്ഞു, ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെങ്ങനെയായിരിക്കും യോസേഫിനെ കാണുന്നത്? യോസേഫിനെ ജയിലിൽ കൊണ്ടിടുമ്പോൾ കൂടെയുള്ള ആളുകള് എങ്ങനെയായിരിക്കും യോസേഫിനെ നോക്കുന്നത്? അല്ലെ? എന്തോ ഒരു മ്ലേച്ഛൻ, കൊള്ളരുതാത്തത്, കാല് തല്ലി ഒടിക്കണ്ടേ അവനെ. വീട്ടിൽ കയറ്റി യജമാനവനെ വിശ്വസിച്ച് വീട്ടിൽ നിർത്തിയിട്ട് ഇവൻ ചെയ്ത കൊള്ളരുതായ്മ കണ്ടോ? എന്തോ ഒരു ഭയങ്കരമാണ്, വൃത്തികെട്ടവൻ. അങ്ങനെയല്ലേ പറയുന്നത്? അതായിരുന്നു യോസേഫിന്റെ സ്ഥാനം. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, 21 വാക്യത്തിൽ, അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു, എന്നാൽ യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു. സ്തോത്രം. ഏറ്റവും കൊള്ളരുതാത്തവരായി ശീല് കുത്തി അവനെ ജയിലിൽ കൊണ്ട് അടച്ചിരിക്കുക. അടുത്ത വാചകം പറയുന്നത്, എന്നാൽ though everyone misunderstood him, though everyone looked down upon him, the Lord was with Joseph. What a wonderful sentence. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചപ്പോഴും കൊള്ളരുതാത്തവനായി വിചാരിച്ചു കാണും, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരെല്ലാം എന്തെല്ലാം നമുക്കെതിരെ പറഞ്ഞാലും, എന്തെല്ലാം സോക്കോൾഡ് തെളിവ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ലോകം മുഴുവൻ ചീത്ത പറഞ്ഞാലും, യഹോവ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. നിന്റെ കൂടെ വേറെ ആരും വേണ്ട. വീട്ടുകാരും വേണ്ട, സർക്കാരും വേണ്ട, നാട്ടുകാരും വേണ്ട, ആരും വേണ്ട.
നീ ദൈവത്തോട് ചേർന്ന് കിടക്കുന്നവനാണെങ്കിൽ, യു സ്റ്റാൻഡ് എ മെജോറിറ്റി വിത്ത് ഗോഡ്. ഈവൻ ഇഫ് യു സ്റ്റാൻഡ് ഓൺലി വിത്ത് ഗോഡ് ആൻഡ് ഓൾ ദി അതേഴ്സ് ആർ അഗൻസ്റ്റ് യു. സകലരും നിനക്കെതിരാണെങ്കിലും നീയും ദൈവവും കൂടെ നിന്നാൽ നീയാണ് മെജോറിറ്റി. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. 23 പറയാണ്, 22 23 പറയാണ്, കാരാഗൃഹ പ്രമാണി യോസെഫിനെ സകല കാര്യം ഏൽപ്പിച്ചു, അവനെ അവിടുത്തെ സൂപ്പർവൈസറാക്കി. യഹോവ യോസെഫിനോടുകൂടി ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കീഴിലുള്ളത് യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. സകല റെസ്പോൺസിബിലിറ്റി യോസെഫിനെ ഏൽപ്പിച്ചു. അപ്പൊ ജയിലിലും യോസെഫ് സൂപ്പർവൈസറായി. യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഇനി ജയിൽ ജീവിതം നോക്കി. ജയിൽ ജീവിതം, യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. ഏറ്റവും മോശക്കാരനെന്ന് മറ്റുള്ളവർ ചിന്തിക്കത്തക്കവണ്ണമുള്ള കുറ്റം ആരോപിക്കപ്പെട്ട് അവൻ കിടക്കുക. അവിടെ യോസെഫിന് സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഉണ്ടോ? ഈ ജയിലിൽ കിടന്നതുകൊണ്ട് സ്തോത്രം പറയാൻ വല്ല വകയുണ്ടോ? ഒരു വകയില്ല അല്ലേ? മാനുഷികമായി അവൻ കാരാഗ്രഹത്തിൽ ഒരു മൂലയ്ക്ക് തലയ്ക്ക് കൈയും കൊടുത്ത്, എൻ്റെ മുന്നേ ഇങ്ങനെ ആർക്കും വരല്ലേ, എന്തോരു ഭയങ്കര കാര്യമാക്കോ ആ സ്ത്രീ ചെയ്തത്, ഞാൻ തൊട്ടുപോലുമില്ല, അടുത്തിരുന്നു പോലുമില്ല, അനേക ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പം നോക്ക്, എന്നെ കൊള്ളതാത്തവനായ ബലാത്സംഗ കേസ് പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. യോസെഫ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? യോസെഫ് ആരോടെങ്കിലും പറയാം, അയ്യോ ചുമ്മാ പുള്ളിക്കാരി പറഞ്ഞുണ്ടാക്കിയല്ല, ഞാനൊന്നും ചെയ്തില്ല. ആരെങ്കിലും വിശ്വസിക്കുമോ? ആ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒറ്റ മനുഷ്യൻ വിശ്വസിക്കുകയല്ല. യോസെഫ് പറയാം, അയ്യോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, അവരുടെ കുഴപ്പമായെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ ലേഡിയെ, യജമാനന്റെ ഭാര്യയെ ആരെങ്കിലും സംശയിക്കുമോ? ഇല്ല. യോസെഫ് കാരാഗൃഹത്തിൽ കിടക്കുക. സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഇല്ല. സംതൃപ്തനായിരിക്കാൻ വകയുണ്ടോ? ഇല്ല. മുഴുവൻ സമയം തലയ്ക്ക് കൈയും കൊടുത്ത്, എൻ്റെ മുന്നേ ഇങ്ങനെ ആർക്കും ഈ ഗതി വരല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടവനാണ് യോസെഫ്. പക്ഷേ യോസെഫ് ജയിലിൽ എന്താ ചെയ്തത് നിങ്ങൾ വായിച്ചോ? 7-ാം വാക്യത്തിൽ യോസെഫ് ജയിലിൽ നടന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് 2 ആളുകളെ കണ്ട് അവരുടെ തോളത്ത് കൈയിട്ട് ചോദിക്കുക, ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നതിൻ്റെ വൈ ഡു യു ലുക്ക് സോ സാഡ് ടുഡേ? ആരാ ചോദിക്കുന്നത്? ഏറ്റവും സാഡായിട്ടിരിക്കേണ്ട ആളാ യോസെഫ് അല്ലേ? യോസെഫ് കൂടെ കിടക്കുന്ന 1-2 പേരുടെ മുഖത്തെ മ്ലാനത കണ്ട് അവരോട് ചോദിക്കുക, എന്താ മുഖത്തൊരു പ്രയാസം, ഒരു സന്തോഷമില്ല? ഇത് ചെറിയ കാര്യമാണോ? ആണോ? യോസെഫ് ഒരാളോട് അങ്ങനെ ചോദിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? യോസെഫിനോടാ ബാക്കിയുള്ളവർ ചോദിക്കണ്ടേ? അപ്പോ യഹോവ കൂടെ ഉണ്ടെങ്കിൽ യു വിൽ നോട്ട് വീപ് ഫോർ യുവർ സോറോസ്, യു വിൽ വീപ് ഫോർ ദ സോറോസ് ഓഫ് അതേഴ്സ്. You will not worry about your problems. You will worry about others' problems. You will be concerned and burdened about the problems of others. നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കൊച്ചു കൊച്ചു കാര്യം ഓർത്ത് മനപ്രയാസപ്പെടുകയല്ല, പിന്നെ ബാക്കി ഉള്ളവരുടെ ദുഃഖം എന്തെന്ന് അന്വേഷിച്ച് അതിന് പരിഹാരം വരുത്താൻ നീ നോക്കും. യോസെഫിന്റെ ജയിലിലെ മിനിസ്ട്രി കണ്ടോ? പ്രിസൺ മിനിസ്ട്രി. ബാക്കിയുള്ളവർക്ക് എന്താ സങ്കടം, എന്താ ദുഃഖം, അതിനെന്താ പരിഹാരം, എങ്ങനെ ആശ്വസിപ്പിക്കാം നോക്കി യോസെഫ് നടക്കുക. എന്തൊരു അത്ഭുതകരമായ ടെസ്റ്റിമണിയാണ് യോസെഫിന്റെ. He himself is in deep trouble, but he is not concerned about his troubles. He is worried about the troubles of others. നിങ്ങൾ എന്തുകൊണ്ട് വിഷാദഭാവത്തോടിരിക്കുന്നു? ദുഃഖിതരെ ആശ്വസിപ്പിക്കും. നമ്മൾ വേഗത്തിൽ മുമ്പോട്ട് പോയാൽ ബാക്കി ചരിത്രമൊക്കെ
യോസേഫ് പ്രൊമോഷൻ ലഭിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. Joseph is promoted in chapter 41 and verse 43. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പ്രിയപ്പെട്ടവരെ, 10-13 വർഷം അവൻ കഷ്ടപ്പെട്ടെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും at the right time God lifted him up. If you live in intimate fellowship with God, when the right time comes, God with his right hand will hold you and lift you up. ദൈവം നിന്റെ വലം കൈ പിടിച്ച് നിന്നെ ഉയർത്തും. അതിന് റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, ആരുടെ സഹായം വേണ്ട. ദൈവം വഴി ഉണ്ടാക്കി നിന്നെ ഉയർത്തും. ദൈവം യോസേഫിനെ ഉയർത്തി. അവങ്ങനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ആ കോണ്ടെക്സ്റ്റിൽ ഒരാൾ പറയുന്ന ഒരു സാക്ഷ്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 41:38 വാക്യം നോക്കിയേ. ഈ വാക്ക് ഫറവോനും അവരുടെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്നെ പറയുകയാണ് തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഇതാരാ പറയുന്നേ? ഫറവോൻ പറയാ. എന്താ ഫറവോൻ പറയുന്നേ? ഗോഡ് ഈസ് വിത്ത് ഹിം. അവന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവാത്മാവുണ്ട്. കാണുന്നവർക്കും മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇവന്റെ കൂടെ ദൈവമുണ്ടെന്ന്. ഇത്രയും നേരം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? യഹോവ അവനോടുകൂടുണ്ട്, യഹോവ അവനോടുകൂടുണ്ട്. ഇപ്പൊ പുറജാതിയായ ഫറവോൻ പറയുകയാണ്. എന്താ പറയുന്നത്? ഇവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. If the Lord is with you, even the Gentiles, those who do not know God, will sense God's presence in your life. നിന്റെ ജീവിതത്തിൽ അവരും ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്തും. ഇനി 45-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ തന്നെ 3-ാം വാക്യത്തിൽ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി, ഞാൻ യോസേഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ വിറ്റുകളഞ്ഞ യോസേഫാകുന്നു എന്ന് 45-ാം അധ്യായം. നമുക്കറിയാം, ന്യായമായിട്ട് ഈ സഹോദരന്മാർ പേടിച്ച് വിറച്ച് നിൽക്കുക ഇപ്പൊ അല്ലേ? കൊല്ലാൻ നോക്കിയവരും വിറ്റുകളഞ്ഞവരും ഒക്കെ അവിടെ നിൽക്കുന്നത്. യോസേഫ് അവരോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ. 5-ാം വാക്യം, നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. നിങ്ങൾ പേടിക്കണ്ട, ദൈവം എന്നെ അയച്ചതാണ്. ജോസഫ് saw the whole thing from a divine perspective. ദൈവം നിന്നോടുകൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളെയും ദൈവിക കാഴ്ചപ്പാടിൽ നീ കാണും. യോസഫ് ഈ കാര്യത്തെ ദൈവികമായ കാഴ്ചപ്പാടിൽ കാണുക. യോസഫ് എന്താ പറയുന്നേ? നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത്, ദൈവം എന്നെ അയച്ചു. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും. 7-ാം വാക്യം, വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. നാം എന്താ വായിക്കുന്നത്? He saw adversity in a new perspective. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അപകടം, വലിയ ട്രാജഡി പുതിയ ഒരു കാഴ്ചപ്പാടിൽ അവൻ കാണുകയാണ്. ദൈവികമായ കാഴ്ചപ്പാടിൽ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും, ദൈവം കാര്യങ്ങൾ കാണുന്ന പോലെ നമ്മൾ കാണും. യോസേഫ് ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ ആ കാര്യം കാണുകയാണ്. വലിയ ഒരു രക്ഷയാ നിങ്ങളെ അലങ്കരിക്കേണ്ടതിന് ദൈവം ഇത് ചെയ്തതാണ്. ഞാനൊരു കാര്യം ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ. ഈ യോസേഫിനെ മിസ്രയീമിൽ അയച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ? ഇസ്രയേൽ ജാതി നശിച്ചു പോകരുത്. ക്ഷാമകാലത്ത് ഇസ്രയേലിൽ നിന്നാണ് മശിഹ ജനിക്കേണ്ടത്. ഇസ്രയേൽ ജാതി നശിച്ചു പോയാൽ മശിഹ ജനിക്കയില്ല, നമ്മൾ രക്ഷിക്കപ്പെടുകയുമില്ല. എന്നെ നിങ്ങളെ ഓർത്താണ് ദൈവം യോസേഫിനെ മിസ്രയീമിലോട്ട് അയച്ചത്. യോസേഫ് എന്ന് ഇസ്രയേലിന്റെ രക്ഷയ്ക്കായിട്ട്
ധാന്യം സംഭരിച്ച് കരുതിയത് കൊണ്ട് the nation of Israel was sustained. That nation from which Messiah should be born. ദൈവത്തിന്റെ വലിയ കാര്യപരിപാടിയായിരുന്നു യോസേഫിനെ അങ്ങോട്ട് അയക്കാന്നുള്ളത്. മശിഹ ജനിക്കേണ്ട ഇസ്രായേൽ ജാതി മുടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ക്ഷാമകാലത്ത് പോറ്റാൻ ഒരാൾ വേണം. യോസേഫോട് പറയുന്നത്, നിങ്ങൾ പേടിക്കണ്ട, അതിലൊരു കാര്യം കൂടെ അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യോസേഫ് അവരോട് ക്ഷമിച്ചു. അല്ലെ, അവര് പേടിച്ച് വിറച്ചു നിൽക്കുക. ഞങ്ങളെ വേണേ കൊല്ലാം, അധിപനാണ്, മിസ്രൈമിന്റെ അധിപനാണ് നിൽക്കുന്നത്, അയാളുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. യോസേഫ് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളോടൊന്നും ചെയ്യത്തില്ല, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. If the Lord is with you, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, you will have his character, and one of his characters is God of the Bible is a God who forgives. ക്ഷമിക്കുന്നവനാണ് ദൈവം. ബാക്കിയുള്ളവരോട് നീ ക്ഷമിക്കും. നിന്നോട് ദോഷം ചെയ്യുന്നവരോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റും, ദൈവം നിന്നോട് കൂടി ഉണ്ടെങ്കിൽ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും സാധിക്കും. ദൈവത്തോട് നാം അനുദിനം ചേർന്ന് നടക്കുമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രോംപ്റ്റിങ്സ് അനുസരിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഓരോ ദിവസവും ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച് ചേർന്ന് നിങ്ങൾ ഞാൻ നടക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം കൃതാർത്ഥരായിരിക്കും. മറ്റുള്ളവർക്ക് നാം അനുഗ്രഹ വിഷയമായി തീരും. പാപങ്ങളുടെ മേൽ നമുക്ക് ജയം ലഭിക്കും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്നവരായി നാം തീരും. ജീവിതത്തിൽ സംഭവിക്കുന്ന ട്രാജഡി, അപ്പാരന്റ് ട്രാജഡീസ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കാണാൻ നമുക്കൊക്കും. മാത്രമല്ല, നമ്മോട് ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനും നമുക്ക് സാധിക്കും. ദൈവ സ്വഭാവം നാം കാണിക്കും. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കാൻ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ജീവിതം ധന്യമാകും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമാകും. നാം ബന്ധപ്പെടുന്ന ആളുകളും നാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടാനിടയാകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.